നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ പകുതി മത്സരങ്ങളും കഴിഞ്ഞു. 4 മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമാവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ്, കഴിഞ്ഞ തവണത്തെ സീസൺ മുതലുള്ള ഫോർമാറ്റ് അനുസരിച്ച് ലീഗ് ഘട്ടത്തിൽ എല്ലാ ടീമുകളും 8 മത്സരങ്ങൾ കളിക്കും. ആ 8 മത്സരങ്ങൾ കഴിയുമ്പോൾ ആദ്യ 8 സ്ഥാനത്തുള്ള ടീമുകളാണ് നേരിട്ട് റൗണ്ട് ഓഫ് 16 കടക്കുക. 9-ാം സ്ഥാനം മുതൽ 24-ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം ലഭിക്കും. അതും കഴിഞ്ഞിട്ട് താഴേക്ക് പോയ ടീമുകൾക്ക് പുറത്തേക്ക് പോകാം. ഇതാണ് പുതിയ ഫോമാറ്റ്. അതുകൊണ്ട് ഓരോ ടീമിൻ്റെയും പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ടോപ്പ് 8 ഇടം പിടിക്കുക. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ടോപ്പ് 24 ഇടം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ, മാച്ചിൻ്റെ 4 ഇന്നലെയും അതിന് തൊട്ടുമുമ്പുള്ള ദിവസവുമായിട്ട് കഴിഞ്ഞല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പോരാട്ടങ്ങളുണ്ട്. നാപ്പോളി ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനോട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞത് മുതലങ്ങ് തുടങ്ങിയതാണ്. ആഴ്സണൽ അവരുടെ കുതിപ്പ് തുടരുന്നു. 3-0 സ്ലാവിയ പ്രാഹയെ പരാജയപ്പെടുത്തി. അത്ലറ്റിക്കോ മാഡ്രിഡ് യൂണിയൻ എസ്ജിയെ തകർത്തു 3-1. ലിവർപൂൾ റയൽ മാഡ്രിഡിനിട്ട് പണി കൊടുത്തു. പെർഫെക്റ്റ് സ്റ്റാർട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന റയൽ മാഡ്രിഡാണ്, അവർ തോറ്റു. അപ്പോൾ ഇപ്പോൾ 2 ടീമുകളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പെർഫെക്റ്റ് സ്റ്റാർട്ടുമായിട്ട് നിൽക്കുന്നുള്ളൂ. അത് ബയേണും ആഴ്സണലുമാണ്. ടോട്ടനം കോപ്പൻഹേഗനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ ഒളിമ്പിയാക്കോസും PSVയും 1-1 സമനില, യുവൻറ്റസും സ്പോർട്ടിങ്ങും 1-1 സമനില. PSG ബയേൺ പരാജയപ്പെടുത്തി. ലൂയിസ് ഡയസിൻ്റെ ഇരട്ട ഗോളുകൾ, പിന്നെ റെഡും കിട്ടി. പക്ഷേ 2-1 ജയത്തിലേക്ക് ബയേൺ കടന്നുപോയി. PSG ഇത് വലിയ തിരിച്ചടിയുടെ കാലമാണ്. സൂപ്പർ താരങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പരിക്കേറ്റ് പുറത്ത്. അഷ്റഫ് ഹക്കീമി ഏറ്റവും ഒടുവിൽ പുറത്തായി. ഓസ്മാൻ ഡംബലെ പരിക്കേറ്റ് വീണ്ടും പുറത്ത്. അങ്ങനെ ഒരുപാട് താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലെത്തി വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽപ്പെടുന്ന അവസ്ഥയിലാണ് ലൂയിസ് എൻറിക്കയും സംഘവും ഉള്ളത്. അതിനിടക്കാണ് ഈ ഒരു പൊട്ടൽ കൂടി സംഭവിക്കുന്നത്. ബോഡോ ഗ്ലിംറ്റിനെ മൊനാക്കോ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചപ്പോൾ പെഫോസ് VRLനെ 1-0 തോൽപ്പിച്ചു. അട്ടിമറി കാലമാണ്. സോ പെഫോസ് ഒക്കെ ജയിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ ജയമായിരുന്നു അത്. കറാബാഗ് മറ്റൊരു ഷോക്കിംഗ് റിസൾട്ടാണ്. കറാബാഗ് 2-2 ചെൽസിയെ പൂട്ടി. കഴിഞ്ഞോ? ഇല്ല. FC ബാഴ്സലോണയെ ക്ലബ് ബ്രൂഗെ പൂട്ടി 3-3. അത് രക്ഷപ്പെട്ടു പോയതാണ് FC ബാഴ്സലോണ. സിറ്റി പക്ഷേ ഡോട്ട്മുണ്ടിനെതിരെ 4-1 തകർപ്പൻ ജയം. ന്യൂക്യാസിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ 2-0 തോൽപ്പിച്ചപ്പോൾ ഗാലറ്റസറായി അയാക്സിനെ എടുത്തിട്ട് അലക്കി 3-0 ജയം. ബെൻഫിക്ക ലെവർക്യൂസിനോട് 1 ഗോളിന് തോറ്റു. ഇന്റർ മൈറാത്തിനെ 2-1 തോൽപ്പിച്ചു. മാഴ്സയെ അറ്റ്ലാന്റ 1-0 തോൽപ്പിച്ചു. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ ചെറിയ ടീമുകൾ വമ്പൻ ടീമുകൾക്ക് ഷോക്ക് കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫോർമാറ്റാണ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്. കുഞ്ഞന്മാരെ കിട്ടിയാൽ ഗോളടിച്ച് തിവർത്ത് ഗോൾ ഡിഫറൻസ് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ള ടീമുകളുടെ അത്യാഗ്രഹം ഇപ്പോൾ അത്രയങ്ങ് നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും 4 മത്സരങ്ങൾ കഴിയുമ്പോൾ ആദ്യ 8 സ്ഥാനത്ത് ആരൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. ബയേൺ മ്യൂണിക്കും ആഴ്സണലും മാത്രമാണ്. ബയേൺ മ്യൂണിക്കും ആഴ്സണലും ഇൻ്ററും, ഞാൻ നേരത്തെ ബയേണും ആഴ്സണലും മാത്രം എന്ന് പറഞ്ഞിരുന്നു, ഇൻ്ററുമുണ്ട്. ഇൻ്ററും ഈ 3 ടീമുകൾ മാത്രമാണ് പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ നിലനിർത്തുന്നത്. കളിച്ച 4 കളിയും വിജയിച്ചിട്ടുള്ളത്. ഈ 3 ടീമുകൾക്കും 12 വീതം പോയിൻ്റുണ്ട്. സോ ഗോൾ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ കണക്കിൽ ബയേൺ ഒന്നാമത് 12 പോയിൻറ്റുമായിട്ട് ഒന്നാമത്, ആഴ്സണൽ 12 പോയിൻ്റായിട്ട് രണ്ടാമത്, ഇൻ്റർ മിലാൻ 12 പോയിൻ്റായിട്ട് മൂന്നാമത്, സിറ്റിക്ക് 10 പോയിൻ്റ് നാലാമത്, PSG 9 പോയിൻ്റ് അഞ്ചാമത്, ന്യൂക്യാസിലിന് 9 പോയിൻ്റ് ആറാമത്, റയൽ മാഡ്രിഡിന് 9 പോയിൻ്റ് ഏഴാമത്, ലിവർപൂളിന് 9 പോയിൻ്റ് എട്ടാമത്, ഗാലറ്റസറായിക്ക് 9 പോയിൻ്റ് 9ആമത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗോൾ ഡിഫറൻസിൻ്റെ പ്രാധാന്യം. ഒപ്പത്തിനൊപ്പം പോയിൻ്റ് ഉണ്ടായാലും ചിലപ്പോൾ നിങ്ങൾ റൗണ്ട് ഓഫ് 16 പുറത്തായി പോകും, പ്ലേ ഓഫിലെത്തും. ഇനി അവിടെ നിന്നും ചിലപ്പോൾ പുറത്തായി UCL നിന്ന് പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഗോൾ അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ UCL മാറിയിട്ടുണ്ട്. ഇനി 9 മുതൽ 24 വരെയുള്ള സ്ഥാനക്കാർക്ക് പറഞ്ഞല്ലോ റൗണ്ട് ഓഫ് 16 മുമ്പൊരു പ്ലേ ഓഫ് കളിക്കാം.
അപ്പോൾ 9-ാം സ്ഥാനത്ത് ആരാ? ഗലറ്റസറായി 9 പോയിൻറ്റ്, ടോട്ടനാമിന് 8 പോയിൻറ്റ് 10-ാം സ്ഥാനത്ത്. ബാഴ്സ, ചെൽസി, സ്പോർട്ടിംഗ്, ഡോർട്ട്മുണ്ട്, കറാബാഗ്, അറ്റ്ലാന്റ ടീമുകൾക്ക് 7 വീതം പോയിൻറ്റുകളാണ്. അപ്പോൾ ഇതിൽ ബാഴ്സ 11-ാമത്, ചെൽസി 12-ാമത്, സ്പോർട്ടിംഗ് 13-ാമത്, ഡോർട്ട്മുണ്ട് 14-ാമത്, കറാബാഗ് 15-ാമത്, അറ്റ്ലാന്റ 16-ാമത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 6 പോയിൻറ്റേ ഉള്ളൂ, അവർ 17-ാം സ്ഥാനത്താണ്. PSVക്കും മൊണോക്കോക്കും പെഫോസിനും ബയർ ലെവർക്യൂസനും 5 വീതം പോയിൻറ്റുകളാണ്. അവർ യഥാക്രമം 18, 19, 20 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. 21-ാം സ്ഥാനത്ത് ലെവർക്യൂസനുമുണ്ട്, അവർക്കും 5 പോയിൻ്റാണ്. 22, 23, 24 സ്ഥാനത്തുള്ള ടീമുകൾക്ക് 4 വീതം പോയിൻറ്റുകളാണ്. ക്ലബ് ബ്രൂഗെ, ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട്, നാപ്പോളി ടീമുകളാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ 24 വരെയുള്ള സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ താഴെ നിൽക്കുന്ന ടീമുകളിൽ പോയി നോക്കുക, ഈ 24-ന് താഴെ നിൽക്കുന്നവരിലും 5 ടീമുകളുണ്ട്. യുവൻറ്റസ് ഉണ്ട്, അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുണ്ട്, ഒളിമ്പിക് മാഴ്സയുണ്ട്. അപ്പോൾ ഈ ടീമുകൾക്ക് മുന്നോട്ട് പോകാൻ ഇനിയും അവസരമുണ്ട്. അടുത്ത 4 മത്സരങ്ങൾ ബാക്കിയുള്ളത് തീവറക്കുമെന്ന കാര്യം ഉറപ്പായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.